വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്ന് എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. പോറ്റിയ കേരളത്തിൽ UDF സുനാമി ആഞ്ഞടിച്ചിരിക്കുന്നു. കപ്പിത്താനും കപ്പലും തലകീഴായി മറിഞ്ഞിരിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ 500-നടുത്ത് പഞ്ചായത്തുകളിൽ UDF മുന്നേറുമ്പോൾ കോർപ്പറേഷനുകളിൽ 3/2 ഭൂരിപക്ഷത്തിൽ UDF ഗ്രാഫ് ഉയർത്തിയിരിക്കുന്നു. ജില്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു UDF. പിണറായി സത്തിന് നേരെ വില ചൂണ്ടി VD സതീശൻ ജ്വലിച്ചു നിൽക്കുന്നു. വർഗീയതയുടെ 40 വിഷയമായി വന്ന വെള്ളാപ്പള്ളിയെ തോളിലേറ്റി നടന്നതും ഹിന്ദുത്വ ശക്തികളെ കൂടെ നിർത്താൻ മുസ്ലിം വിരുദ്ധത പറഞ്ഞ് പരത്തിയതും BJPക്ക് കൂടുതൽ സീറ്റുകൾ നേടിക്കൊടുത്തു എന്നല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ത് നേട്ടമുണ്ടാക്കി? പാർട്ടി ലക്ഷ്യവും അതുതന്നെയായിരിക്കണം. ഭരണവിരുദ്ധ വികാരം ആളിപ്പടരാതിരിക്കാൻ 4ാം കിട സമരമാർഗമായ സ്ത്രീ പീഡന കഥകൾ മെനഞ്ഞുണ്ടാക്കുകയും വർഷങ്ങളോളം മണ്ണിനടിയിൽ കിടന്ന ഇരകളെ പുറത്തു കൊണ്ടുവരികയും ചെയ്ത രാഷ്ട്രീയ പാപ്പരത്വം ഇടതുപക്ഷത്തെ ഒന്നുകൂടി നാറ്റിച്ചു എന്നേ പറയാനുള്ളൂ. അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്ന് വിശ്വാസ സമൂഹത്തിൽ മായം ചേർക്കാനും അമ്പലങ്ങളും പള്ളികളും പിടിച്ചെടുക്കാനും ശ്രമം നടത്തിയപ്പോൾ കൂടുതൽ പാർട്ടി അണികൾ ചോർന്നു പോകുന്നതും ഹിന്ദുത്വത്തിന്റെ കുടപിടിക്കുന്നതും ഇടതുപക്ഷം മനസ്സിലാക്കിയില്ല. പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കി. ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പനെ മൂടോടെ വിഴുങ്ങാനുള്ള പദ്ധതിയാണെന്നും ഒരിക്കലും ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് മതവിശ്വാസത്തെ സംരക്ഷിക്കാനാവില്ലെന്നും. ഇടതുപക്ഷം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഈ തോൽവിക്ക് ഒരു വിശദീകരണം കൊണ്ടും പിടിച്ചു നിൽക്കാനാവില്ല. ഒരു സൈബർ ഇടത്തിനും സംരക്ഷണം നൽകാനുമാവില്ല. ഇടതുപക്ഷം അമ്പെ കൂപ്പുകുത്തിയിരിക്കുന്നു. പരാജയത്തിന്റെ കൊടുമുടിയിൽ നിന്നും താഴെ വീണിരിക്കുന്നു.